ഞാൻ ആദ്യമായിട്ടാണ് പച്ച മാങ്ങ വെച്ചിട്ട് ഈ രീതിയിലുള്ള പ്രോസസ്സിങ്ങിൽ കൂടി പല പ്രോഡക്റ്റും പുറത്തേക്ക് വരുന്നുന്നുള്ള കാര്യം അറിഞ്ഞിട്ടുള്ളത്. ബോയിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഈ ചെത്തി മാറ്റി വെച്ചിട്ടുള്ള ഈ ഒരു പീസായിട്ടുള്ള മാങ്ങ കഷ്ണങ്ങൾ എടുത്തിട്ട് ഇന്ന് F0 വന്നിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലാണ് കേട്ടോ. കണ്ണൂർ ജില്ലയിൽ കുറ്റ്യാട്ടൂർ ഇപ്പോൾ ഉള്ളത്. മാമ്പഴ ഭക്ഷ്യ സംസ്കരണ യൂണിറ്റിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ ഒത്തിരി വനിതകളുടെ പ്രവർത്തന ഫലമായിട്ട് അടിപൊളി കുറച്ച് പ്രോഡക്റ്റുകൾ നമ്മുടെ കൈകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും പച്ച മാങ്ങ. സാധാരണ നമ്മൾ കാണുന്നത് ജാമായി കഴിഞ്ഞാലും അല്ലെങ്കിൽ സ്ക്വാഷ് ഒക്കെ നമ്മൾ കാണുന്നത് പഴുത്ത പഴങ്ങളിൽ നിന്നാണ് ചെയ്തെടുക്കുന്നത് അല്ലേ. എന്നാൽ പച്ച മാങ്ങ വെച്ചിട്ട് സ്ക്വാഷ് ജാമൊക്കെ അടിപൊളി ടേസ്റ്റിൽ ചെയ്തിട്ട് നമ്മളെ കൈകളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു കമ്പനിയിൽ നിന്ന്. എന്തൊക്കെയാണ് എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കടക്കാൻ പോകുന്നത്. നേരെ വീഡിയോയിലേക്ക് പോവാം. കുറ്റ്യാട്ടൂർ മാങ്ങയെ കുറിച്ചിട്ട് ലോക മലയാളികളുടെ ഇടയിലേക്ക് പ്രത്യേകമായിട്ട് പരിചയപ്പെടുത്തണം എന്നുള്ളൊരു ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എല്ലാവർക്കും അറിയുന്നതിനാണ് കുറ്റ്യാട്ടൂർ മാങ്ങയെ കുറിച്ചിട്ട്. കണ്ണൂർ ജില്ലയിൽ കുറ്റ്യാട്ടൂർ ഭാഗത്താണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്നത്. ഇത് പ്രത്യേകമായിട്ട് വലിയ ഏക്കർ കണക്കിന് സ്ഥലം എടുത്തിട്ട് അവിടെ കൃഷി ചെയ്തിട്ടല്ല ഇത് പുറത്തേക്ക് വരുന്നത്. കുറ്റ്യാട്ടൂർ ഭാഗത്ത് പ്രധാന കാർഷിക ഉൽപ്പന്നമായിട്ടാണ് കുറ്റ്യാട്ടൂർ മാങ്ങ നമ്മുടെ കൈകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഓരോ വീടുകളിലും 2, 3, 4 തൈകൾ വെച്ചിട്ട് അതിനെ മരമാക്കിയിട്ട് മാവാക്കി മാറ്റിയിട്ട് അതിൽ നിന്ന് കളക്ട് ചെയ്യുന്നതാണ് കുറ്റ്യാട്ടൂർ മാങ്ങ എന്ന് പറയുന്നത്. ആ കുറ്റ്യാട്ടൂർ മാങ്ങ പഴുപ്പിച്ചിട്ടാണ് നമ്മുടെ കൈകളിലേക്ക് കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് കുറ്റ്യാട്ടൂർ മാംഗോ പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ് കുറച്ച് കാര്യങ്ങളിലൂടെ പച്ച മാങ്ങ വെച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അത് പല കാര്യങ്ങളുണ്ട്. അത് സ്ക്വാഷ് ചെയ്യുന്നുണ്ട്, ജാം ചെയ്യുന്നുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും ചെയ്തെടുക്കുന്നുണ്ട് ഇവിടെ. അതിൻ്റെ 1-2 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. ഇവിടെ കൊണ്ടുവരുന്ന ഈ ഒരു കമ്പനിയിലേക്ക് കൊണ്ടുവരുന്ന മാങ്ങ, അതും ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കുന്ന ആളുകളുണ്ട്. അതേപോലെ തന്നെ കമ്പനി തന്നെ പോയിട്ട് അത് പറിച്ച് കൊണ്ടുവരുന്ന കാര്യങ്ങളും വരുന്നുണ്ട്. അങ്ങനെ ഇവിടത്തേക്ക് വരുന്ന ഈ പച്ച മാങ്ങ ആദ്യം ഇതിനെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക എന്നുള്ള കാര്യമാണ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ പുറം ഭാഗത്തുള്ള തൊലി മാറ്റുക എന്നുള്ളൊരു കാര്യമാണ് ചെയ്യുന്നത്. ഇതിനൊക്കെ മെഷീൻസ് ഇതിനൊക്കെ ഓൾറെഡി അവൈലബിൾ ആണ്. പക്ഷേ ഇതിപ്പം കമ്പനി തുടങ്ങിയിട്ട് അതിലേക്ക് മെഷീൻസിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതിൻ്റെ തുടക്കഘട്ടം മാത്രമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പല പ്രോഡക്റ്റുകളും ഇപ്പം ഉള്ള പ്രോഡക്റ്റ് അല്ലാതെ പുതിയ ഒത്തിരി പ്രോഡക്റ്റിലേക്കും കമ്പനി മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം ഇവിടുന്ന് ഈ ഒരു പച്ച മാങ്ങയുടെ പുറം ഭാഗത്തിൽ ആ തൊലി മാറ്റിയതിന് ശേഷം അതിനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് അതിനെ മാറ്റാണ് പിന്നെ ചെയ്യുന്നത്. അതിനെ ചെത്തി എടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഈ കാണുന്നത് പോലെ അതിനെ ചെത്തി എടുത്തതിന് ശേഷം പിന്നെ ഇതിനെ അടുത്ത ഒരു പ്രോസസ്സിംഗ് രീതിയിലേക്ക് മാറ്റണം. ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത് സ്ക്വാഷ് ചെയ്തെടുക്കുക. ഇത് സ്ക്വാഷ് ചെയ്യുന്നതും അതേപോലെ തന്നെ ജാം ചെയ്തെടുക്കുന്നതും കാര്യമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഈ 2 കാര്യവും ചെയ്തെടുക്കുന്നതും ഇതേ രീതി തന്നെയാണ് കേട്ടോ. ഈ ഒരു പ്രോസസ്സിംഗ് രീതി കൂടി തന്നെ ജാമിലേക്കും മാറാം, സ്ക്വാഷിലേക്കും മാറാം. അതാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. നല്ല ഭംഗിയുള്ള കുറച്ച് കാഴ്ചകൾ തന്നെയാണ്. അങ്ങനെ ഇവിടുന്ന് ചെത്തി എടുത്തിട്ടുള്ള ഈ മാങ്ങയെ പിന്നെ ഇതിനെ മാറ്റാൻ പോകുന്നത് അടുത്ത ഒരു വലിയൊരു പാത്രത്തിലേക്കാണ്. ഇതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കണം, ബോയിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഈ ചെത്തി മാറ്റി വെച്ചിട്ടുള്ള ഈ ഒരു പീസായിട്ടുള്ള മാങ്ങ കഷ്ണങ്ങൾ എടുത്തിട്ട് ഈ വലിയ പാത്രത്തിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ഈ പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം അതിനാവശ്യമുള്ള വെള്ളവും കൂടി ഇതിലേക്ക് ചേർക്കുകയാണ് ചെയ്യുന്നത്. അത് ഏകദേശം ഈ ചെത്തി എടുത്ത് മാറ്റി വെച്ചുള്ള ഈ മാങ്ങ മുങ്ങിക്കിടക്കുന്ന ഈ പാത്രത്തിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ മാത്രമാണ് ആ വെള്ളം അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ വെള്ളം ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇതിനെ തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം പിന്നെ ഇത് ഓഫ് ചെയ്യുകയാണ് ചെയ്തത്. ഇതിൽ നിന്ന് ബോയിൽ ചെയ്ത് പുറത്തേക്ക് വരുന്ന ആ മാങ്ങ കഷ്ണങ്ങൾ ഉണ്ടല്ലോ, അത് പ്രത്യേകമായിട്ട് ഇതിൽ നിന്ന് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. അത് ജാമാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് അത് ആദ്യം മാറ്റി വെക്കുന്നത്. അതിനുശേഷം ഇതിൽ ബാക്കി വരുന്ന ആ ഒരു വെള്ളം ഉണ്ടല്ലോ, ആ തിളച്ച് വന്നിട്ടുള്ള ആ വെള്ളം അതിനെ പ്രത്യേകമായിട്ട് വേറൊരു പാത്രത്തിലേക്കാണ് മാറ്റുന്നത്. അങ്ങനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം ഇത് എന്തായാലും പുളിപ്പായിരിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാം പച്ച മാങ്ങയാണ്, എന്തായാലും ഇതിനൊരു പുളി ഉണ്ടാവും. ആ പുളി രസം മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് സ്ക്വാഷ് ആയിട്ട് നമുക്ക് കുടിക്കണമെങ്കിൽ ഒരു മധുരം ഫീലിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സ്ക്വാഷ് ഇഷ്ടപ്പെടുള്ളൂ. അതിന് വേണ്ടിയിട്ട് പിന്നെ ചെയ്യുന്നത് ഷുഗർ സിറപ്പ് അതിലേക്ക് ആഡ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ്. ഷുഗർ സിറപ്പ് ഇവിടെ തന്നെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഷുഗർ സിറപ്പ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള വെള്ളത്തിലേക്ക് ഈ ഷുഗർ സിറപ്പും കൂടി ആഡ് ചെയ്യാണ്, മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ആ കറക്റ്റ് അളവായിരിക്കണം ഇതൊക്കെ, എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ആ പുളി കുറയുകയും വേണം, ഒരു മധുരം നമുക്കതിൽ വരികയും വേണം. ഈ 2 കാര്യം കൂടി വരുമ്പോൾ കറക്റ്റ് അളവായിരിക്കണം. അങ്ങനെ കൃത്യമായിട്ടുള്ള ചേരുവയിൽ അതിൽ ചേർത്തതിന് ശേഷം 2ഉം കൂടി മിക്സ് ചെയ്തെടുക്കുകയാണ് പിന്നെ ചെയ്യുന്നത്. ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷമാണ് ഒരു ബോട്ടിലേക്ക് നിറച്ചിട്ട് നമ്മുടെ കൈകളിലേക്ക് ഈ സ്ക്വാഷ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഗ്ലാസ്സിലേക്ക് നമ്മളിതൊരു മിക്സ് ചെയ്തെടുത്ത് നമുക്ക് കുടിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരു 1.5 സ്പൂണ് ഈ ഒരു സ്ക്വാഷ് കൂടി അതിലേക്ക് ആഡ് ചെയ്യാണ് വേണ്ടത്. അങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ആ ഒരു സ്ക്വാഷിൻ്റെ രൂപത്തിലേക്ക് നമുക്കത് കുടിക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് മാറുന്നത്. അതിലേക്ക് നമ്മൾ മധുരം നമുക്ക് കുറച്ച് കുറവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മധുരം നമുക്ക് കുറച്ചുകൂടി ആഡ് ചെയ്ത് നമുക്ക് കുടിക്കാം. ഇത് കുടിക്കുന്ന സമയത്ത് നമുക്ക് ആ മാങ്ങയുടെ ഒരു പച്ച മാങ്ങയുടെ ചെറിയൊരു ടേസ്റ്റും അതിൽ വരും. അതേപോലെ തന്നെ നമ്മൾ
മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു മാങ്ങ കഷ്ണങ്ങളുണ്ടല്ലോ, ആ ബോയിൽ ചെയ്തെടുത്തുള്ള മാങ്ങ കഷ്ണങ്ങൾ, ആ മാങ്ങ കഷ്ണങ്ങൾ പിന്നെ അതിനെ മാറ്റിയിട്ട് അത് ജാമാക്കിയിട്ട് മാറ്റിയെടുക്കുന്നുണ്ട്. ഇവിടെ ഇപ്പം ഞാനിപ്പോൾ വന്ന സമയത്ത് ആ മാങ്ങ ജാമാക്കി എടുക്കുന്ന സിസ്റ്റത്തിലേക്ക് വന്നിട്ടില്ല. അതിന് ഇനിയും സമയം എടുക്കുന്നതുകൊണ്ടാണ് ആ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് ഇപ്പോൾ എത്തിക്കാത്തത്. സ്ക്വാഷാണ് ഇപ്പം ഇവിടെ നമ്മൾ കണ്ടിട്ടുള്ള സ്ക്വാഷ് ചെയ്തെടുക്കുന്ന കാര്യങ്ങൾ. ഇതേപോലെ ഈ ഒരു മാങ്ങ വെച്ചിട്ട്, അതായത് ഈ ഒരു പച്ച മാങ്ങ വെച്ചിട്ട് തന്നെ പല കാര്യങ്ങളും മുന്നോട്ടേക്ക് കമ്പനി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പഴുത്ത മാങ്ങ വെച്ചിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. പഴുത്ത മാങ്ങ നമ്മൾ വാങ്ങിച്ചിട്ട് കഴിക്കുന്നുണ്ട്, അത് ജാമാക്കുന്നുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ പഴുത്ത മാങ്ങയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് പച്ച മാങ്ങ വെച്ചിട്ട് ഈ രീതിയിലുള്ള പ്രോസസ്സിങ്ങിൽ കൂടി പല പ്രോഡക്റ്റും പുറത്തേക്ക് വരുന്നുന്നുള്ള കാര്യം അറിഞ്ഞിട്ടുള്ളത്. അത് അറിഞ്ഞുകൊണ്ട് തന്നെ നേരെ ഇവിടെ കുറ്റ്യാട്ടൂരേക്ക് വന്നിട്ട് ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഈ ഒരു കമ്പനിയുടെ പല രീതിയിലുള്ള പ്രോഡക്റ്റും പുറത്തേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു പച്ച മാങ്ങ വെച്ചിട്ടും പഴുത്ത മാങ്ങ വെച്ചിട്ട് കുറ്റ്യാട്ടൂർ മാമ്പഴമായിട്ട് തന്നെ വിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ മാമ്പഴ ജാം ചെയ്തെടുക്കുന്നുണ്ട്, മാമ്പഴ സ്ക്വാഷ് ചെയ്യുന്നുണ്ട്, പച്ചമാങ്ങ ജാം ചെയ്യുന്നുണ്ട്, പച്ചമാങ്ങ സ്ക്വാഷ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പച്ചമാങ്ങ പൗഡർ, കറിമാങ്ങ, അടമാങ്ങ, മാങ്ങ അച്ചാറ്, മാങ്ങ കച്ച്, മാങ്ങ സോഡ എന്നൊക്കെ പറയുന്നത് മാങ്ങ സോഡയൊക്കെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി കമ്പനി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുന്നോട്ട് തീർച്ചയായിട്ടും നമുക്ക് ആ മാങ്ങയുടെ സോഡയും നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ പല കാര്യങ്ങളും ഈ പുതിയ കാര്യങ്ങളും കണ്ടെത്തുന്നുണ്ട്. അതേപോലെ പഴയ കാര്യങ്ങളും അതേപോലെ തന്നെ നിലനിർത്തിക്കൊണ്ടാണ് ഈ ഒരു കമ്പനി മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ കുറ്റ്യാട്ടൂർ മാങ്ങ കണ്ണൂർ ജില്ലയിൽ വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്നത് പെർ kg 100 രൂപ വെച്ചിട്ടാണ് ഇപ്പോൾ വിറ്റുകൊണ്ടിരിക്കുന്നത്, വിൽപ്പന നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് കൂടുതലായിട്ട് വരുന്ന സമയത്ത് എന്തായാലും വിലയിൽ വ്യത്യാസങ്ങൾ എന്തായാലും വരും. കൂടുതൽ മാങ്ങ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മാർക്കറ്റിലേക്ക്. സ്ക്വാഷ് ഇപ്പം മാർക്കറ്റിൽ ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള പ്രൈസ് എന്ന് പറയുന്നത് 600 മില്ലിക്ക് 120 രൂപക്കാണ് ഇപ്പം വിറ്റുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഈ ഒരു രീതിയിലുള്ള പ്രോസസ്സിംഗ് രീതിയൊക്കെ കമ്പനി കണ്ടുപിടിച്ചതുകൊണ്ട് വേറൊരു ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റ്യാട്ടൂർ മേഖലയിലുള്ള മാവ് കർഷകർക്ക് വലിയൊരു സഹായം തന്നെയാണ് ഇതിനെക്കൊണ്ട് ലഭിക്കുന്നത്. പച്ച മാങ്ങ കൂടി ഇത് പ്രോസസ്സ് ചെയ്തെടുക്കുന്നതുകൊണ്ട് അതിനും ഒരു നല്ലൊരു വില തന്നെ ഇന്ന് കുറ്റ്യാട്ടൂർ മേഖലയിലുള്ള കർഷകർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറ്റ്യാട്ടൂർ ഗ്രാമത്തിൻ്റെ ജൈവധനമാണ് പ്രസിദ്ധമായ കുറ്റ്യാട്ടൂർ മാവ്. ഈ ഗ്രാമത്തിൽ 300 ഹെക്ടറിലായി 1/4 ലക്ഷത്തോളം മാവുകൾ വളർന്നു വരുന്നുണ്ട്. ദേശസൂചിക പദവി കിട്ടിയ ഈ മാമ്പഴത്തെ ലോകശ്രദ്ധയിലും മാമ്പഴപ്രേമികളുടെ അനുഭവത്തിലും എത്തിക്കുന്നതിന് വേണ്ടി കുറ്റ്യാട്ടൂർ ഗ്രാമത്തിൽ രൂപീകൃതമായ കുറ്റ്യാട്ടൂർ മാംഗോ പ്രൊഡ്യൂസർ കമ്പനിയുടെ നേതൃത്വത്തിൽ വിപുലമായ പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത്. കർഷകരിൽ നിന്ന് മാമ്പഴം ശേഖരിക്കുക, അതിനെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാമ്പഴപ്രേമികൾക്ക് വർഷത്തിൽ എല്ലാ ദിവസവും മാമ്പഴത്തിൻ്റെ മധുരം ലഭ്യമാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് കമ്പനി നടത്തി വരുന്നത്. പ്രധാനമായും പഴുത്ത മാങ്ങ ഗുണമേന്മയോടുകൂടി ലഭ്യമാക്കുക, മാമ്പഴ ജാം, സ്ക്വാഷ്, അച്ചാറ്, മാംഗോ പൗഡർ, മാംഗോ സോഡ, മാങ്ങ കച്ച് തുടങ്ങിയ വിവിധങ്ങളായ ഉൽപ്പന്നങ്ങളാണ് മാംഗോ പ്രൊഡ്യൂസർ കമ്പനിയുടെ നേതൃത്വത്തിൽ ഈ വർഷം മുതൽ ഇവിടെ ഉൽപ്പാദിപ്പിച്ച് മാമ്പഴപ്രേമികൾക്ക് ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്നത്. വളരെ വിപുലമായ പ്രവർത്തനങ്ങളാണ് കേരള കൃഷി വകുപ്പിൻ്റെയും കേരള കാർഷിക സർവകലാശാലയുടെയും അതുപോലെ തന്നെ കണ്ണൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൻ്റെയും ഒക്കെ നേതൃത്വത്തിലാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നു വരുന്നത്. നിശ്ചയമായും മാമ്പഴപ്രേമികൾ ഈ മാവിൻ്റെ അല്ലെങ്കിൽ മാങ്ങയുടെ രുചി അറിയുക തന്നെ വേണം. ഭൂമുഖത്ത് ഇതുപോലെ പ്രകൃതിദത്തമായി ഉണ്ടാകുന്ന ഒരു മാമ്പഴം വേറെ എവിടെയും ഉണ്ടാവാൻ സാധ്യതയില്ല, വളരെ അപൂർവമാണ്. നാച്ചുറലായി ഉണ്ടാകുന്ന ഈ ഫ്രൂട്ടിൽ കർഷകരുടെ ഭാഗത്തു നിന്ന് യാതൊരു വിധത്തിലുള്ള രാസവളപ്രയോഗമോ മറ്റ് കെമിക്കൽ പ്രയോഗമോ ഒന്നുമില്ലാതെ തനതായി ഉണ്ടാകുന്ന മാമ്പഴത്തെ പ്രകൃതി വിളവെടുത്ത് അതേ രീതിയിൽ പഴുപ്പിച്ച് മാലോകർക്ക് ലഭ്യമാക്കുന്ന ഒരു വലിയ പ്രവർത്തനമാണ് മാംഗോ പ്രൊഡ്യൂസർ കമ്പനി ഇവിടെ നടത്തി വരുന്നത്. മനുഷ്യനെ വാക്കുകൊണ്ടും മറ്റ് വൃക്ഷങ്ങളെ അതിൻ്റെ കായ്കനികൾ കൊണ്ടും തിരിച്ചറിയാമെന്ന് പറഞ്ഞതുപോലെ കുറ്റ്യാട്ടൂരിലെ നല്ലവരായ കർഷകർ കാത്തു സൂക്ഷിച്ച ഈ ജൈവധനത്തിൻ്റെ മാമ്പഴ രുചി ലോകത്തെമ്പാടും എത്തിക്കാൻ ഈ എന്നെ കേൾക്കുന്ന എല്ലാ മാമ്പഴ പ്രേമികളുടെയും സഹായവും സഹകരണം ഉണ്ടാവണമെന്ന് സ്നേഹത്തിൻ്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ്. നന്ദി. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോഡക്റ്റുകൾ ആവശ്യമുണ്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾക്ക് വിളിക്കുക കേട്ടോ. ഇവിടെ വെച്ചിട്ട് ഈ ഒരു വീഡിയോ നിർത്തുകയാണ്. അടുത്ത ദിവസം അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.